അൽ-ഹിക്കായത്തുർ റാബിഅത്തു വൽ ഇശ്റൂന 24-ാമത്തെ ഹിക്കായത്ത്. ഖീല പറയപ്പെട്ടിട്ടുണ്ട് എന്ത് കാന സഅദുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു. സഅദുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു യദൂറു അദ്ദേഹം ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന ആളായിരുന്നു ഫി ഷവായിൽ ബസറ ബസറയിലുള്ള വഴിയോരങ്ങളിൽ അല്ലെങ്കിൽ റോഡുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിച്ച് നടക്കുന്ന ആളായിരുന്നു. വയഖിഫു അലാ കുല്ലി ദാരിൻ അങ്ങനെ എല്ലാ വീടിന്റെ അരികിലും ഇപ്പൊ നിൽക്കും. അപ്പൊ റോട്ടിലൂടെയോ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ ഓരോ വീട് കാണും. അങ്ങനെ മുമ്പ് നടന്നു പോകുന്ന വീടിന്റെ അരികെ അങ്ങനെ നിൽക്കും. എന്നിട്ട് വയഖറു മഹാൻ ഓതുകയും ചെയ്യും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അലീം. എന്നിട്ട് വയബ്കി മഹാൻ ഈ ആയത്തോതി കരയുകയും വയുൻഷിദു ഗാനങ്ങൾ പാടുകയും ചെയ്യും. ഇതായിരുന്നു മഹാന്റെ ശൈലി. മഹാന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വീടുകൾ കാണും. ആ വീടിന്റെ അടുത്ത് നിന്നുകൊണ്ട് മഹാൻ എന്താവും ഈ ആയത്തോതും. ഓ ജനങ്ങളെ, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ പേടിക്കുക. അന്ത്യനാളിന്റെ വിറയൽ വളരെ ഗൗരവമുള്ളതാണ്. അത് നിങ്ങൾ ആലോചിക്കുക എന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ടുള്ള ആയത്തോതിക്കൊണ്ട മഹാൻ ഓരോ വീടിന്റെയും അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അന്ത്യനാളിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്. മഹാന്റെ ചിന്ത അതായിരുന്നു. എന്നിട്ട് മഹാൻ കരയാണ്. കരഞ്ഞുകൊണ്ട് ഓരോ ചിന്തിപ്പിക്കുന്ന ഓരോ പാട്ടും പാടും. അതെന്താ? വലൗലം യകുൻ ശൈഉൻ സിവൽ മൗതി വൽ ബലാ വതബ്രീഖു അഇളാഇൻ വലഹമി മുബദ്ദദി വലൗലം യകുൻ ശൈഉൻ സിവൽ മൗതി വൽ ബലാ നുരുമ്പിപ്പോവുക നുരുമ്പിപ്പോവുക മരിക്കുക എന്നിത്യാദി കാര്യം മറ്റൊന്നുമില്ലായിരുന്നുവെങ്കിൽ തഫരീഖിയായി അവയവങ്ങൾ വിച്ഛേദിക്കപ്പെടുക വലഹിമി മുബദ്ദദിൻ അങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുന്ന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാംസങ്ങൾ ഇതൊന്നുമല്ലാതെ മറ്റു വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ മരണമുണ്ട്, നശിക്കലുണ്ട്, അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോകും, മാംസങ്ങളൊക്കെ നശിച്ച് പുഴുക്കൾ തിന്നുപോകും. ഇതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്ക്. ലകുൻത ഹഖീഖൻ യബ്ന ആദമ ബിൽ ബുകാ അലാ നാഇബാത്തിദ് ദൈരി മാ കുല്ലി മുസ്ഇദീ. ലകുൻത നീ ആയി ഹഖീഖൻ എന്താണ് യഥാർത്ഥത്തിൽ നീ ആവണം. യബ്ന ആദം ഏ മനുഷ്യ ബിൽ ബുക്കായി കരയിൽ കൊണ്ട് നീ യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടവരായി മാറിയിരിക്കുന്നു. അലാ നാഇബാത്തി ദഹരി കാലമുസീബത്തുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിന്റെ മേലിൽ മാകുല്ലി മുസ്ഇദിൻ എല്ലാം വിജയിക്കുന്ന ആളുകളുമുണ്ട്. അവരോടുകൂടെ ഓരോ കാലത്തും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മേലിൽ നിനക്ക് കരയൽ ബന്ധപ്പെട്ടവനായിരിക്കുന്നു നീ എന്ന് മഹാനവറുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് വിശപ്പ് കാഠിന്യമാകുമ്പോൾ മഹാനവറുകൾ വീണ്ടും പാടുന്ന പാട്ട് എന്ത്? ഇലാഹി അൻത ഖദ് ആലൈത ഹഖൻ ബിഅന്നക ലാ തുളയ്യിഉ മൻ ഖലഖത വഅന്നക ളാമിനുൻ ലിർറിസ്ഖി ഹത്താ تؤدي ما ضمنت كما قسمت وإني واثق بك يا إلهي ولكن القلوب كما علمت. ഇലാഹി എന്റെ പടച്ചവനെ അന്താ നീയെ അത് ആലയിത്ത ഹക്കൻ യഥാർത്ഥത്തിൽ നീ എന്തായിരിക്കുന്നു സത്യം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാ സത്യം ചെയ്തത്? അന്നക്ക നിശ്ചയമായിട്ടും നീയെ ലാ തുളയ്യിഉ മൻ ഖലഖത നീ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു സൃഷ്ടികളെയും നീ നഷ്ടപ്പെടുത്തുകയില്ല, പാഴാക്കി കളയുകയില്ല. അവർക്ക് വേണ്ടതെല്ലാം നീ നൽകുമെന്ന് നീ സത്യം ചെയ്തിട്ടുണ്ട്. വഅന്നക ളാമിനുൻ ലിർറിസ്ഖി ഹത്താ തുഅദ്ദി മാ ളമിൻത കമാ ഖസംത വഅന്നക ളാമിനുൻ ലിർറിസ്ഖി
നീ ഭക്ഷണം ഏറ്റെടുത്തവനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നീ ഏറ്റെടുത്ത കാര്യം മുഴുവനും നീ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിറവേറ്റും, നീ വീട്ടും. കസംത, നീ എങ്ങനെയാണ് ഓഹരി ചെയ്തത് അതുപോലെ വീട്ടിക്കൊണ്ടിരിക്കും, അതാണ് നീ. وإني واثق بك يا إلهي ولكن القلوب كما علمت. നിശ്ചയമായിട്ടും നിന്നെ കൊണ്ട് ഞാനിതാ ഉറപ്പിക്കുന്നു റബ്ബേ, എന്റെ പടച്ചവനെ, നീ ഓർക്കണം, നീ അറിയണം, നിന്നെ കൊണ്ട് മാത്രം ഞാനിതാ ഉറച്ചു ജീവിക്കുകയാണ്. എല്ലാം നീ പരിഹരിക്കുന്നവനാണ്. എനിക്ക് വിശപ്പുണ്ടെങ്കിലും ഈ വിശപ്പ് നൽകിയ അല്ലാഹ് എന്റെ ഭക്ഷണം നീ ഏറ്റെടുത്തിട്ടുണ്ട്, നീ എനിക്ക് തരും, അത് പരമബോധ്യമുണ്ട്. വലാകിന്നൽ ഖുലൂബ കമാ അലിംത, ഹൃദയങ്ങൾ നീ എങ്ങനെയാണോ അറിഞ്ഞതെങ്കിൽ അതുപോലെ ഹൃദയങ്ങൾ അതാ നിന്നെ കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ ഹൃദയങ്ങൾ എങ്ങനെയാണോ അത് നിനക്കറിയാം. ഇതായിരുന്നു മഹാനവറുകൾ വിശപ്പുള്ള സമയത്ത് പാടിയിരുന്നത്. വക്കാന അലൈഹി ജുബ്ബത്തു സൂഫ്, മഹാനവറുകൾക്ക് രോമകുപ്പായമുണ്ട്. എന്താ രോമകുപ്പായത്തില്? മകുതൂബുൻ അലാ കമ്മികൽ ഐമൻ സത്രൻ, മഹാനവറുകൾ ധരിച്ചതായിരിക്കുന്ന രോമക്കുപ്പായം, ആ രോമക്കുപ്പായത്തിന്റെ വലത് കയ്യമ്മേൽ ഒരു വരിയുണ്ട്. എന്താണ് ആ വരി എഴുതിയിട്ടുള്ളത്? അസൈത മൗലക യാ സഈദു മഹാകദത് ബിആലുൽ അബീദു. അസൈത മൗലക യാ സഈദു, സഈദേ, നീ നിന്റെ യജമാന് തെറ്റ് ചെയ്തിരിക്കുന്നു. യജമാൻ പറഞ്ഞത് കേൾക്കാതെ നീ നടന്നു പോകുന്നു. യജമാന് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു തആലയുടെ ദാസന്മാർ പ്രവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവ അബീദികളൊന്നും ഇങ്ങനെ ചെയ്യൂല. അതുകൊണ്ട് ഇത് തെറ്റാണ് ഇനി ചെയ്ത പണി എന്ന് തന്റെ സ്വന്തം ശരീരത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്റെ കുപ്പായത്തിന്റെ വലതു കുപ്പായത്തിന്റെ കയ്യുമലെഴുതിയ വരിയാണ്. അലൽക്കമ്മില്ലൈസരി മകുതൂബുൻ സത്രാനി. ഇനി ഇടത് കയ്യുമലോ അവിടെ ഉണ്ടാകും കുപ്പായത്തിന്റെ കയ്യുമ രണ്ട് വരി കാണാം എഴുതിയത്. എന്ത്? തബ്ബല്ലി മൻ ഖൗതുഹു റഈഫുൻ യഅതി ബിൽ യദുല്ലതീഫു യഅസി ഇലാഹൻ ലഹു ജലാലു വഹുവ ബിഹി റഹീമുൻ റഊഫു. തബ്ബൻ, നാശമായ നാശക്കലിമൻ ഒരുത്തനുണ്ട്. എങ്ങനത്തൊരുത്തൻ? കൂത്തുഹു, അവന്റെ ഭക്ഷണം, റഹീഫുൻ, അവന് റൊട്ടിയുണ്ട്, അല്ലെങ്കിൽ എന്താ പത്തിരിയുണ്ട്, പൊറാട്ടുണ്ട്, എന്തോ ആവട്ടെ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് നാശം. ഏത്തീബിഹിൽ സയ്യിദുൽ ലത്തീഫു, ആരാണ് ആ ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുന്നത്? വലിവുള്ള സയ്യിദായ അള്ളയാണ് ആ ഭക്ഷണം കൊണ്ടുവരുന്നത്. അങ്ങനെ ഭക്ഷണം കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് തബ്ബൻ എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു തആലയെ ഇങ്ങനെയൊക്കെ അള്ള നോക്കിയിട്ടും അവൻ അല്ലാഹു തആലയെ നിഷേധിക്കുകയാണ്, അള്ളാഹ്ക്കെതിര് ചെയ്യുക. അതാണ് രണ്ടാമത്തെ വരി. ജലാലുള്ള പടച്ചവൻ, ആ ജലാലായ പടച്ചവന് ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ഭക്ഷണം കൊടുത്തിട്ട് ഈ അടിമ തെറ്റ് ചെയ്യുന്നു. എത്തരത്തിൽ അല്ലാഹ് ഈ മനുഷ്യരെ കൊണ്ട് കരുണയുള്ളവനാണ്, അറിവുള്ളവനാണ്, ഭക്ഷണം കൊടുക്കുന്നവനാണ് എന്നിരിക്കെ ഈ അടിമ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അടിമക്കാട് നാശം എന്ന് രണ്ടുപേർ തന്റെ ഇടത് കൈയുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏത്? ആ രോമക്കുപ്പായത്തിന്റെ മുകളിൽ. ആകെ ബെയ്ത്താണ് അതിൽ ചിന്തിക്കാൻ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ബെയ്ത്ത്. മഹാന്റെ ജീവിത രീതിയാണ് വരച്ച് കാണിക്കുന്നത്. ഒമിൻ ഖൽബിഹി സത്റാനി, തന്റെ ജുബ്ബയുടെ ബാക്കിൽ രണ്ടുപേര് കാണാം. എന്താണ് അവര്? കുല്ലു യൗമിൻ യമുറു യഖുദു ബഅലി യുദ്ഹിബുൽ ലത്തിയബീന മിന്നി വയംലി. എല്ലാ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു. എന്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്ന ദിവസം, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഇന്ന് ആ ദിവസം കൊണ്ടുപോയിട്ടുണ്ട്. അതങ്ങനെ കഴിഞ്ഞുപോയി. നല്ല നല്ല മഹാന്മാരൊക്കെ പോയി, അതൊക്കെ ദിവസം കൊണ്ടുപോയതല്ലേ. ഞാനിതവിടെ ബാക്കി നിൽക്കുന്നു, ഞാനും പോകൂലേ. അതുകൊണ്ട് മഹാനത് ഓർത്തിട്ട് പറയുന്നു, യാ നഫ്സി കുഫി അനിൽ മആസി വത്തൗബി മൽ മആസി അനിൽ ഇബാദി ബിഫർളി. യാ നഫ്സി, എന്റെ ശരീരമേ, കുഫി അനിൽ മആസി,
നീ എന്തു വേണം? സർവ്വ തെറ്റുകളെ തൊട്ടും തടഞ്ഞു നിൽക്ക്. വതവ്വിബി, നീ പക്ഷാതപിക്ക്. മൽമആസി അലൽ ഇബാദി ബിഫർളി, അടിയങ്ങളുടെ മേലിൽ അല്ലാഹു തആല തെറ്റ് ഫറളാക്കിയിട്ടില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്യേണ്ട നഫ്സേ നീ മടങ്ങിക്കോ, തൗബ ചെയ്തോ എന്ന് തന്റെ സ്വന്തം ശരീരത്തിനോട് മഹാൻ ഖിതാബിട്ടുകൊണ്ട് ചെയ്ത വരികളാണ് നമ്മൾ കേട്ടത്. അത് നമുക്ക് പാഠമില്ലേ? ഇനി ഒമിംബൈനി യദിഹി സത്റാനി, ജുബ്ബയുടെ മുൻഭാഗത്ത് 2 വരിയുണ്ട്. എന്താ 2 വരി? അയ്യുഹശാമിഹുല്ലദീ ലാ യറാമു നഹ്നു മിൻ തീനത്തിൻ അലൈകസ്സലാമു. അയ്യുഹശാമിഹു, അഹങ്കരിക്കുന്ന മനുഷ്യ, അല്ലദീ, അങ്ങനത്തെ അഹങ്കാരി, ലാ യുറാമു, തേടപ്പെടുന്നില്ല, നഹ്നു മിൻ തീനത്തിൻ, നമ്മൾ കളിമണ്ണുന്നുണ്ടായതാണ്. അങ്ങനെ ഇരിക്കെ അഹങ്കരിക്കുന്ന മനുഷ്യ, അലൈകസ്സലാം, നിന്റെ മേലിൽ രക്ഷയുണ്ടാവട്ടെ എന്ന് തേടപ്പെടുമോ? ഇല്ല, അഹങ്കാരിക്ക് രക്ഷ കിട്ടൂല എന്നാണ്. ഇന്നമാ ഹാദിഹിൽ ഹയാതു മതാഉൻ സുമ്മ മൗതുൻ തുസാവി ബിഹിൽ തസാവാ ബിഹിൽ അനാമു. ഇന്നമാ ഹാദിഹിൽ ഹയാതു മതാഉൻ സുമ്മ മൗതുൻ തസാവാ ബിഹിൽ അനാമു. എന്തിനാ മനുഷ്യ നീ അഹങ്കരിക്കുന്നത്? രക്ഷയില്ലല്ലോ ഈ ദുനിയാവിൽ. അഹങ്കരിക്കണ്ട. ഇന്നമാ ഹാദിഹിൽ ഹയാതു മതാഉൻ, നിശ്ചയമായിട്ടും ഈ പ്രപഞ്ച ജീവിതം ഇതൊരു സുഖിക്കേണ്ട ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഇവിടെ. അത് കഴിഞ്ഞ സുമ്മ മൗത്തുൻ, പിന്നെ മരണമാണ് വരാനുള്ളത്. എല്ലാ സുഖം നശിപ്പിച്ച് കളയുന്ന, എല്ലാത്തിനെയും വിച്ഛേദിച്ച് കളയുന്ന, ഒറ്റപ്പെടുത്തുന്ന മരണം, ചിന്ത മാറ്റുന്ന മരണം, അത് വരാനുണ്ട്. തസാവാബിഹിൽ അനാം, ഈ മരണത്തിൽ എല്ലാവരും സമന്മാരാണ്. ആരും എന്തല്ല വ്യത്യസ്തരല്ല. ഏത് പ്രമുഖനും ഏത് ഭരണാധിപനും ഏത് ഇക്കാരിയും അഹങ്കാരിയും വിനയമുള്ളവനും പണ്ഡിതനും പണ്ഡിതനല്ലാത്തവനും ധനാഢ്യനും ആഢ്യനും എല്ലാവരും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കുന്ന വരികളാണ് തന്റെ മുൻവശത്തെ ജുബ്ബയിൽ എഴുതിയിട്ടുള്ളത്. വടി, താൻ കുത്തിപ്പിടിക്കുന്ന വടിയുണ്ട്. ആ വടിയുടെ മുകളിൽ എന്തുണ്ട്? 2 വരി കാണാം. എഴുതിയത് എന്ത്? ഇഅ്മൽ വഅൻത ബിദ്ദുനിയാ അലാ വജിൽ വഇലം ബിഅന്നക ബഅദൽ മൗതി മബ്ഊസു. ഇഅ്മൽ, നീ പ്രവർത്തിച്ചോ. വഅൻത ബിദ്ദുനിയാ, എത്തരത്തിൽ നീ ദുനിയാവിൻ ഉടയവനല്ലേ, നീ എത്തരത്തിൽ ദുനിയാവുടേത് കൊണ്ടുള്ളവനാണ്. ആ നിലയിൽ നീ പ്രവർത്തിച്ചോ. അലാ വജിൽ, പേടിയോടുകൂടെ ചെയ്തോ. വഇലം, നീ അറിയണം. ബിഅന്നക ബഅദൽ മൗതി മബ്ഊസു, നിശ്ചയമായിട്ടും നീ മരിച്ചു പോകും. മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മമുണ്ട്, യാത്രയാക്കപ്പെടുന്നവരാണെന്ന കാര്യം നീ മനസ്സിലാക്കിക്കോ. ഈ ദുനിയാവുമായി മല്ലടിച്ച് ജീവിക്കണ്ട, നല്ലോണം ആലോചിച്ച് പേടിച്ച് പ്രവർത്തിച്ചോ. വഇലം ബിഅന്നക മാ ഖദ് ഖദ്ദംത മിൻ അമൽ യുസാ അലൈക വമാ ഖല്ലഫ്ത മൗറൂസു. വഇലം, നീ അറിയണം. ബിഅന്നക, നിശ്ചയമായിട്ടും താങ്കൾ, മാ ഖദ്ദംത മിൻ അമൽ, നീ മുന്തിച്ച് വെച്ചതായിരിക്കുന്ന ഏതെല്ലാം അമലുണ്ടോ ആ അമലുകൾ യുസാ അലൈക, നിന്റെ മേൽ കൽപ്പിതമാക്കപ്പെടുന്നതാണ്. മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ ഇല്ലാ അഹ്സാഹ എന്ന അൽ-കഹ്ഫ് സൂറത്തിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും നമ്മൾ ഓതാറില്ലേ? ആ മാലിഹാദൽ കിതാബിൽ എല്ലാം ക്ലിപ്തമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ ഓർത്ത് ജീവിച്ചോ, അതൊക്കെ അവിടെയുണ്ട്. വമാ ഖല്ലഫ്ത മൗറൂസു, നീ മരിച്ചു പോകും. നിന്റെ ജീവിതകാലത്ത് ഉണ്ടാക്കി വെച്ചതായിരിക്കുന്ന കോട്ട കൊത്തളങ്ങൾ, അതുപോലെ തോപ്പുകള്, എല്ലാ തോട്ടങ്ങളും എത്രയോ സമ്പത്തിന് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഇട്ടേച്ച് ഇവിടുന്ന് യാത്ര പോവുകയാണ്. ഇനി നീ ഇട്ടേച്ച് വെച്ചതായിരിക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ, അതെല്ലാം അനന്തരം എടുക്കുന്നതാണ്. അനന്തരാവകാശം അവിടെയുണ്ട്, മക്കൾ അവിടെയുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭർത്താവുണ്ട്. എല്ലാവരും സ്വത്തിന് വേണ്ടി കടിപിടി കൂടും, എല്ലാവരും അത് കൈക്കലാക്കും. ഇതാണ് സ്വത്ത്, അത് നീ ആലോചിച്ച് ജീവിച്ചോ എന്നാണ് തന്റെ വടിയിൽ മഹാൻ എഴുതി വെച്ചത്. അപ്പൊ തന്റെ ജീവിതം മുഴുവനും ദുന്യവിയായ ജീവിതം വിട്ടുഹ്റവിയായ ജീവിതമാണ്. അതിനെ ഓർക്കുന്ന വരികളാണ് തന്റെ ജുബ്ബയുടെ മുകളിലും
ഭർത്താവിന് ബാക്കിലും മുന്നിലും കൈവശത്തൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് വടിയിലും. അങ്ങനെ ഇരിക്കെ ഇത് പറഞ്ഞപ്പോ വക്കീലഹോ മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായി. പറയപ്പെട്ടു, അന്ത ഹക്കീം, തങ്ങൾ വിദഗ്ധനാണല്ലോ, നല്ല അറിവുള്ള ഒരാളാണല്ലോ, നല്ല തത്വമാണല്ലോ താങ്കൾ പറയുന്നത്. ലസ്ത ബിമജ്നൂൻ, താങ്കൾ ഭ്രാന്തനല്ല. ആരോ പറയുന്നുണ്ട് ഭ്രാന്തൻ, തങ്ങൾ ഭ്രാന്തനല്ല. ഫഖാല, അപ്പോൾ മഹാനായിരിക്കുന്ന സഈദുൽ മജ്നൂൻ പറയുന്നു, അന മജ്നൂൽ ജവാരിഹ്, എന്റെ അവയവങ്ങൾക്ക് ഭ്രാന്തുണ്ട്. കാരണം ഭ്രാന്തന്മാർ അവയവങ്ങളെ കൊണ്ട് എന്തെല്ലാം കാട്ടും. അവർക്ക് കുളിക്കലില്ല, ശുദ്ധീകരണമില്ല, വസ്ത്രം വൃത്തിയില്ല, അവരുടെ വർത്തമാനങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുകയില്ല, കോലങ്ങൾ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. അവിടെ രൂപഭേദങ്ങളും അവിടെ താളങ്ങളൊക്കെ ഭ്രാന്തിന്റെ കോലമായിരിക്കും അവയവങ്ങൾ. ഇങ്ങനെ അവയവങ്ങൾക്ക് ഭ്രാന്തുണ്ടെങ്കിലും ലസ്തു ബിമജ്നൂനിൽ ഖൽബ്, എന്റെ ഹൃദയത്തിന് ഭ്രാന്തില്ല. എന്റെ ഭ്രാന്ത് മുഴുവനും അള്ളാഹുവിലേക്കാണ്. എന്റെ ഹൃദയം അള്ളാഹുവിലേക്ക് അടുത്തിരിക്കുകയാണ്. അതാണ് എനിക്ക് ഉള്ളതുള്ളൂ. അവന്റെ ഹൃദയത്തിൽ യാതൊരു കുഴപ്പമില്ല. ബുദ്ധിക്കൊരു ലെവലും പറ്റിയിട്ടില്ല, ലെവല് തെറ്റിയിട്ടില്ല. ലെവലുകളെല്ലാം തെറ്റി നിൽക്കുന്ന അവയവങ്ങളാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് മഹാൻ അവിടുന്ന് ഓടിപ്പോയി. ആർക്കും പിടികൊടുത്തില്ല. ഇതാണ് മഹാൻ, ഇതാണ് സഈദുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു.